ഹലോ ഫ്രണ്ട്സ്, അളംവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൈൻമാസ്റ്ററി നമ്മുടെ വീഡിയോയുടെ മുകളിലോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലോഗോയും മറ്റു പല ഫോട്ടോസും വീഡിയോസൊക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ആളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഇവിടെ റിമൂവ് പേജ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് കാണാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയി വരും. ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഈ വെബ്സൈറ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്ലോഡ് ഇമേജിൽ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ നിങ്ങൾ എന്തുവാണോ ഇട്ടിരിക്കുന്നത് അത് നിങ്ങളിങ്ങ് സെലക്ട് ചെയ്ത് കൊണ്ടുവരിക. ഞാനിപ്പോൾ എൻ്റെ ലോഗോ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ ലോഗോ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനകത്തൊരു ക്ലിക്ക് കൊടുക്കുക. നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. അപ്പം ഈ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇവിടെ റിമൂവ് ആയി പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഡൗൺലോഡ് എന്ന് പറയുന്ന ആ ബട്ടണിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലോഗോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഞാൻ പരമാവധി എല്ലാം എനിക്ക് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്കിത് ലോഗോ ആണ്, നമ്മുടെ ചാനലിൽ ലോഗോ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ലെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് മീഡിയ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗാലറി ഓപ്പൺ ആയി. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത ആ ലോഗോ ഞാനിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലോഗോ അങ്ങ് സെലക്ട് ചെയ്തുകൊണ്ട് വരിക. സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ ആ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് സൈസൊക്കെ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സൈസൊക്കെ ഒന്ന് കുറയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോഗോയിൽ പല എഫക്ട്സ് കാണാൻ സാധിക്കും. ഞാൻ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഈ ലോഗോയിലോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ലോഗോ പല രീതിയിൽ ഇതിൽ നിങ്ങൾക്ക് ലോഗോയിലോട്ട് നോക്കാൻ നേരത്ത് പല എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോഗോയുടെ മൂവ്മെൻറ്റിൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്ന് സെലക്ട് ചെയ്ത് ഞാനിപ്പം നോണാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോഗോ ഈ വീഡിയോയുടെ എവിടെ വരെയൊക്കെ വേണം അവിടെ വരെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. ലോഗോ നിങ്ങൾക്ക് എവിടെ വരെ വേണോ അവിടെ വരെ നിങ്ങളിങ്ങനെ ജസ്റ്റ് നീക്കി കൊടുക്കുക. എനിക്ക് ഈ വീഡിയോയുടെ ഫുള്ളും ഈ ലോഗോ കാണണം, അതുകൊണ്ട് ഞാൻ ഫുള്ളും അങ്ങനെ നീക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഫുള്ളും ഈ ലോഗോ നീക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഈ ടിക്ക് മാർക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ലോഗോ ഈ വീഡിയോ തീരുന്നത് വരെ തുടക്കം മുതൽ അവസാനം വരെ ഈ ലോഗോ സെറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലോഗോ ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോയുടെ മുമ്പിൽ ലോഗോ അപ്ലോഡ് ചെയ്യുക, ലോഗോ സെറ്റാക്കുന്നത്. ഈ ലോഗോ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഈ മീഡിയ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ മുകളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വീഡിയോ ആയാലോ ഫോട്ടോ ആയാലോ എന്തോ ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കും. വീഡിയോ ആയാലും ഫോട്ടോ ആയാലും നിങ്ങൾക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം, റൊട്ടേറ്റ് ആക്കാം. നിങ്ങൾക്ക് വീഡിയോയുടെ സൈസ് കൂട്ടാനും അല്ലാതെ നിങ്ങൾ സെറ്റ് ചെയ്ത ഫോട്ടോ ആയോ വീഡിയോ ആയോ എന്തുമായാലും സൈസ് കൂട്ടാനും എല്ലാം സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്.